4 വർഷം മുമ്പുള്ള ഒരു മെയ് മാസ പുലരി. കൊച്ചിയുടെ നഗരവീഥികളിൽ പലയിടത്തും ചുവന്ന മെയ് ഫ്ലവർ പൂത്തുലഞ്ഞു നിന്നിരുന്നു. ആ സൗന്ദര്യം അത്ര ആസ്വദിക്കാൻ പറ്റാതെ ഒരാൾ MG റോഡും കടന്ന് തൻ്റെ ബൈക്കിൽ മുന്നോട്ട് പോവുകയാണ്. ജെയിംസ് എന്നായിരുന്നു അയാളുടെ പേര്. കോവിഡ് മഹാമാരി കഴിഞ്ഞ് ലോക്ക്ഡൗൺ പിൻവലിച്ച് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. IT സെക്ടറിൽ താൽക്കാലികമായി ഉണ്ടായിരുന്ന ജോലി അയാൾക്ക് നഷ്ടമായിരിക്കുന്നു. എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം. കയ്യിൽ 5 പൈസയില്ല. കോവിഡിന് മുമ്പ് അത്യാവശ്യം കയ്യിൽ വന്നിരുന്ന തുകകൾ പലപ്പോഴും സ്റ്റോക്കിൽ നിക്ഷേപിച്ച് പല കമ്പനികളുടെയും ഷെയറുകൾ വാങ്ങുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. കോവിഡ് വന്നതോടെ ഷെയറുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. ഭാര്യയും മക്കളുമുണ്ട്. അടുത്ത ജോലി ശരിയാകുന്നത് വരെ പിടിച്ചു നിൽക്കണം. വാടക കൊടുക്കണം. ഇപ്പോൾ അയാൾ പോകുന്നത് സുഹൃത്തിനെ കാണാനാണ്. കയ്യിലിരിക്കുന്ന ഷെയറുകളിൽ ചിലത് വിൽക്കണം. നീ വാ നോക്കാമെന്നാണ് സുഹൃത്ത് പറഞ്ഞത്. വലിയ വലിയ കമ്പനികളുടെ കുറച്ച് ഷെയറുകളും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഷെയറുമുണ്ട്. വലിയ മെച്ചമൊന്നുമില്ലാത്ത, വളരാൻ സാധ്യതയില്ലാത്ത, മുമ്പ് ട്രേഡ് യൂണിയൻ സമരങ്ങളാൽ കുപ്രസിദ്ധമായ ആ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഓഹരികൾ തൽക്കാലം വിൽക്കാം. അതാകുമ്പോൾ വലിയ നഷ്ടമുണ്ടാകുമെന്ന് ഭയക്കേണ്ട. ജെയിംസിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഷെയറുകൾ സുഹൃത്ത് പരിശോധിച്ചു. 1000 ഷെയറുകളുണ്ട്. കോവിഡിന് മുമ്പ് 256 രൂപ വരെയൊക്കെ ഒരു ഷെയറിന് ഉണ്ടായിരുന്നതാണ്. ജെയിംസിനെ നിരാശനാക്കേണ്ട എന്ന് കരുതി ഒരു ഷെയറിന് 250 രൂപ വെച്ച് ആ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 1000 ഷെയറുകൾ 2.5 ലക്ഷം രൂപയ്ക്ക് സുഹൃത്ത് വാങ്ങി. ജെയിംസിന് തൽക്കാലം നിൽക്കാമെന്നായി. വലിയ മെച്ചമില്ലാത്ത പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഷെയറല്ലേ വിറ്റുള്ളൂ എന്ന ആശ്വാസവും അയാൾക്കുണ്ടായി. 2 വർഷം കടന്നുപോയി. 2024 ജൂലൈയിൽ ആ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഷെയർ വിറ്റ രേഖകൾ അയാളുടെ പഴയ ഫയലിൽ നിന്ന് കണ്ണിലുടക്കി. വെറുതെ അന്നത്തെ റേറ്റ് നോക്കി. ഷെയർ ഒന്നിന് 2800 രൂപ. താൻ 2.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ 1000 ഷെയറുകളുടെ ഇന്നത്തെ വില 28 ലക്ഷം രൂപ. വെറും 2 വർഷം കൊണ്ട് ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഷെയർ വളർന്നെത്തിയ വിലയാണത്. അയാളുടെ കയ്യിലിരുന്ന് ആ രേഖകൾ വിറച്ചു. ഏതായിരുന്നു ആ പൊതുമേഖലാ സ്ഥാപനം? 2 വർഷം കൊണ്ട് 1000% വളർന്ന കമ്പനി ഏതാണ് അറിയാമോ? ട്രേഡ് യൂണിയൻ സമരം കൊണ്ടും കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ടും കുപ്രസിദ്ധമായിരുന്ന ഒരു കമ്പനി. 1/4 നൂറ്റാണ്ടുകൊണ്ട് ആന്തരികമായി പരിവർത്തനം വരുത്തുകയും കഴിഞ്ഞ 10 വർഷം കൊണ്ട് അസാധാരണമായി വളരുകയും ചെയ്ത ഒരു പൊതുമേഖലാ സ്ഥാപനം. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഒരു പ്രൊജക്റ്റിന് പച്ചക്കൊടി കാണിച്ചതോടെ ആ കമ്പനിയുടെ ഷെയറുകളുടെ മൂല്യം വീണ്ടും 3% കൂടി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രോഫിറ്റബിളായ 46,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള 800 കോടി വാർഷിക ലാഭമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യൻ നേവിയുടെ അഭിമാന പോരാളിയായ INS വിക്രാന്തിന് ജന്മം നൽകിയ ഇടം കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിയുടെ തീരത്ത് കടലോളങ്ങളുടെ കരുത്തിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രതിരോധ ആവശ്യങ്ങൾ ലോകോത്തര സാങ്കേതിക തികവോടെ നിശബ്ദം പൂർത്തീകരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം.